ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും വളരെ തിരക്കുള്ള ഒരു ലോകത്ത് ജീവിക്കുന്നവരാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ സാധ്യമാകുന്ന തരത്തിൽ ആക്കിയെടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കാറുണ്ട്. ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. നമ്മളൊരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ സാധനങ്ങൾ എത്രയും പെട്ടെന്ന് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വാങ്ങി തിരിച്ച് വീട്ടിൽ വരാനാണ് നമ്മളെപ്പോഴും തിടുക്കം കൂട്ടാറ്. ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ ഡോക്ടറെ പെട്ടെന്ന് കാണുന്നു, രോഗം നിർണ്ണയിക്കുന്നു, മരുന്ന് മേടിക്കുന്നു, തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. ഒരു യാത്രയ്ക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് എത്തിച്ചേരുക. ഇതെല്ലാം നമ്മുടെ ആഗ്രഹമാണ്. അപ്പോൾ പെട്ടെന്ന് എല്ലാം നമ്മൾ നേടിയെടുക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ രീതിയാണ്. പക്ഷെ എല്ലാ കാര്യങ്ങളും നമുക്കിതുപോലെ പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ മനുഷ്യൻ്റെ ശരീരം തന്നെയാണ്. നമുക്കിപ്പോൾ ഉള്ള ഈ ശരീരം, ഇത് പൂർണ്ണ വളർച്ചയെത്തുന്നത് ഒരൊറ്റ ദിവസം കൊണ്ടല്ല, ഘട്ടം ഘട്ടമായി വർഷങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഈ ശരീരം വളരുന്നത്. നമ്മളെല്ലാവരും ജനിക്കുമ്പോൾ കുഞ്ഞു ശരീരവും ചെറിയ കൈകളും കാലുകളും തലയുമൊക്കെ ആയിട്ടാണ് ജനിക്കുന്നത്. പക്ഷെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജനിക്കുമ്പോൾ കഴിക്കുന്ന ഭക്ഷണമായിരിക്കില്ല ഇപ്പോൾ നമ്മൾ കഴിക്കുന്നത്. ചെറുപ്പത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് അത്ര ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ വളരെ നന്നായിട്ട് സംസാരിക്കുന്നു. നമ്മൾ ജനിച്ചു വീഴുമ്പോൾ എല്ലാവരും ഒറ്റ ഇതിൽ തന്നെ നടക്കുന്നില്ല. ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ നടക്കാൻ പോലും പഠിക്കുന്നത്. അപ്പം മനുഷ്യൻ്റെ ശരീരം തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒറ്റയടിക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇതേ തത്വം തന്നെയാണ് ആത്മീയ ജീവിതത്തിലും എന്ന് നമ്മൾ ഈ ഞായറാഴ്ച ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഞായറാഴ്ച നമ്മൾ ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 44 മുതലുള്ള വാക്യങ്ങളാണ്. ഈശോയും ശിഷ്യന്മാരും തമ്മിലുള്ള സംഭാഷണവും ഈശോയുടെ സ്വർഗാരോഹണവും അതിനുശേഷം ദേവാലയം വിട്ടുപോകാതെ അപ്പസ്തോലന്മാർ പ്രാർത്ഥനയിലായിരിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ ഈ സുവിശേഷ ഭാഗത്ത് കാണുന്നത്. ആത്മീയ ജീവിതത്തിലും ഇതുപോലെ തന്നെ നമ്മൾ വളരെ ഘട്ടം ഘട്ടമായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് ഇന്നത്തെ സുവിശേഷം ഓർമ്മപ്പെടുത്തുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. ഇന്നത്തെ സുവിശേഷം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ നമുക്കൊന്ന് ധ്യാനിക്കാം. ഈശോ തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ചപ്പോൾ തനിക്ക് ഇഷ്ടമുള്ള 12 പേരെ ഈശോ തിരഞ്ഞെടുത്ത് തൻ്റെ കൂടെ നടത്തുകയാണ്. ഈ 12 പേരും തുടക്കം മുതലേ ഈശോയോട് ചേർന്ന് നിന്നവരാണ്. പക്ഷെ ഇവരെല്ലാ കാര്യങ്ങളും ഈ 3 വർഷത്തെ ഈശോയുടെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ അവരെല്ലാം പരിശീലിക്കുകയും അഭ്യസിക്കുകയും ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇല്ല. അവരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് വീഴ്ചകൾ വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൂടാതെ ഈശോയുടെ പീഡാസഹനവും മരണവും സംഭവിക്കുമ്പോൾ ഇവരെല്ലാം ചിതറിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കൂടാതെ തന്നെ ഈശോയുടെ ഉത്ഥാന ശേഷം ഈ അപ്പസ്തോലന്മാരിൽ ചിലർ അവരുടെ മുൻകാല ജോലികളിലേക്കൊക്കെ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അവിടെയെല്ലാം ഈശോ ചെറിയ രീതിയിൽ അവരെ ശകാരിക്കുന്നുണ്ടെങ്കിലും ഇവരെ ആരെയും ഈശോ തള്ളിക്കളയുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് ഇവരെ എപ്പോഴും ചേർത്ത് പിടിക്കാനാണ് പരിശ്രമിക്കുന്നത്. അതിൻ്റെ കാരണം ഈ ആത്മീയത എന്ന് പറയുന്നത് അതൊരു ഘട്ടം ഘട്ടമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ അപ്പസ്തോലന്മാരെല്ലാം ഈശോയുടെ ഉത്ഥാനം വരെ ഇങ്ങനെ പലപ്പോഴും വീണും വളർന്നും മുന്നോട്ട് പോയി. അവസാനം ഈശോയുടെ സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം അവരെല്ലാവരും ദേവാലയം വിട്ടുപോകാതെ നിരന്തരം പ്രാർത്ഥനയിൽ തുടർന്നപ്പോഴാണ് അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതും തുടർന്ന് അവർ ആത്മീയതയുടെ അടുത്തൊരു ഘട്ടത്തിലേക്ക് വളരുന്നതും പിന്നീട് ലോകം മുഴുവനും ഇവർ പോയി സുവിശേഷം പ്രഘോഷിക്കുന്നതുമെല്ലാം നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ കാണുന്നു. ഇതിന് സമാനമായ ഒരു മനോഹര ചിത്രം നമ്മൾ പഴയ നിയമത്തിലും കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തെ 40 വർഷം മരുഭൂമിയിലൂടെ നയിക്കുന്നുണ്ട്. കാനാൻ ദേശം എത്തുന്നത് വരെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകളും കുറവുകളും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ദൈവത്തിനെതിരെ അവർ പിറുപിറുക്കുകയും പരാതിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ദൈവം അവരെ ആത്യന്തികമായി ഉപേക്ഷിക്കുന്നില്ല. ചെറിയ ശിക്ഷണങ്ങളിലൂടെയെല്ലാം നയിക്കുന്നുണ്ടെങ്കിലും അവരെ സ്നേഹത്തോടെ ദീപസ്തംഭമായും അഗ്നിസ്തംഭമായും എപ്പോഴും നിരന്തരം അവരോട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ദൈവം അവരെ വളർത്തിക്കൊണ്ടുവരികയായിരുന്നു.
അവരെ ആത്മീയമായിട്ട് ഉറപ്പിക്കുകയാണ് ഈ യാത്രയിലൂടെ ചെയ്തത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ആത്മീയമായിട്ട് നമ്മൾ വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ബോധ്യം, ഈ ആത്മീയത എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ സ്വന്തമാക്കേണ്ട ഒന്നല്ല, മറിച്ച് അത് നിരന്തരമായ പരിശീലനത്തിലൂടെ ജീവിതശൈലിയായി മാറേണ്ടതാണ് എന്ന ബോധ്യം നമുക്കെപ്പോഴും ഉണ്ടാകണം. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ളൊരു വിശുദ്ധയാണല്ലോ ആവിലായിലെ വിശുദ്ധ ത്രേസ്യ. ആവിലായിലെ വിശുദ്ധ ത്രേസ്യയെ ഒത്തിരിയേറെ കാര്യങ്ങൾ പറഞ്ഞ് വിശേഷിപ്പിക്കാറുണ്ട്. പ്രാർത്ഥനയുടെ ഗുരുനാഥ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ആവിലായിലെ വിശുദ്ധ ത്രേസ്യയുടെ കൃതികൾ വളരെ ഈടുറ്റതാണെന്ന രീതിയിലും വളരെ നല്ലൊരു എഴുത്തുകാരി എന്ന രീതിയിലും വിശുദ്ധ ത്രേസ്യയെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. വേദപാരംഗത എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ആവിലായിലെ വിശുദ്ധ ത്രേസ്യയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ആത്മീയ ജീവിതത്തിൽ ഒത്തിരിയേറെ ക്ലേശങ്ങളിലൂടെയും അധ്വാനത്തിലൂടെയും കടന്നുപോയ ഒരു പുണ്യവതിയാണ് ആവിലായിലെ വിശുദ്ധ ത്രേസ്യ എന്ന് ആ വിശുദ്ധയുടെ ആത്മകഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിരന്തരമായ ഒരു പരിശ്രമത്തിലൂടെയാണ് പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്കും വിശുദ്ധിയുടെ ആഴങ്ങളിലേക്കും ആവിലായിലെ വിശുദ്ധ ത്രേസ്യ കടന്നു ചെല്ലുന്നത്. തൻ്റെ ആത്മകഥയിൽ ത്രേസ്യ തന്നെ പറയുന്ന ഒരു സംഭവമുണ്ട്. ആത്മീയ ജീവിതത്തിൽ വിശുദ്ധ അഗസ്റ്റിനും വിശുദ്ധ മഗ്ദലേന മറിയവും ഒക്കെ ദൈവം ഒരു പ്രാവശ്യം വിളിച്ചപ്പോൾ അവർക്ക് മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കാൻ സാധിച്ചു. പക്ഷെ തനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഈ ദൈവത്തിൻ്റെ വഴിയിലൂടെ ചലിക്കുമ്പോഴും പാപം ചെയ്യുന്നു, വീണ്ടും എഴുന്നേൽക്കുന്നു, വീണ്ടും പാപം ചെയ്യുന്നു, എഴുന്നേൽക്കുന്നു, ഈ അവസ്ഥ തനിക്ക് എന്തുകൊണ്ട് ഉണ്ടാകുന്നുവെന്ന് ത്രേസ്യ തന്നെ വളരെ സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്. പക്ഷേ പതുക്കെ പതുക്കെ ത്രേസ്യ തൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കുകയാണ്, ഈ ആത്മീയത എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വസ്തുതയല്ല, മറിച്ച് അത് നിരന്തരമായ അധ്വാനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയായി മാറേണ്ടതാണ്. അതുകൊണ്ട് സ്നേഹമുള്ള കൂട്ടുകാരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്കും ഇതുപോലെ പതുക്കെ പതുക്കെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വളരാനായിട്ട് പരിശ്രമിക്കാം. ഒരാഴ്ച നമ്മൾ ധ്യാനം കൂടി നമ്മൾ ഉടനെ തന്നെ നമ്മൾ ആത്മീയ മനുഷ്യരാകും എന്ന് നമ്മൾ സ്വപ്നം കാണരുത്. 1 മാസം നമ്മൾ തുടർച്ചയായി പള്ളി പോയതുകൊണ്ട് നമ്മൾ ആത്മീയതയുടെ വലിയ ഒരു അവസ്ഥയിലേക്ക് വളർന്നു എന്നും നമ്മൾ വിചാരിക്കരുത്. അതൊരു സ്റ്റെപ്പ് മാത്രമാണ്. തുടർന്നും നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി ആത്മീയതയ്ക്ക് വേണ്ടി പരിശ്രമിക്കണം, അധ്വാനിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈ അപ്പസ്തോലന്മാർ നമുക്ക് കാണിച്ചു തരുന്നത്. അവർ ദേവാലയം വിട്ടുപോകാതെ പ്രാർത്ഥനയോടെ ചിലവഴിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരിൽ വന്ന് നിറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തോട് നിരന്തരം ചേർന്ന് ജീവിച്ച് അവസാനം ദൈവം തന്നെ നമ്മിൽ വന്ന് നിറയുന്ന തലത്തിലേക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിന് ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.